രാധാ കൃഷ്ണന്മാരെ ഞാൻ കണ്ടു, അനുഭവിച്ചു, എൻ്റെ കൂടെ കണ്ണൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എന്തോ അവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ കളിച്ചൊരു ലീലയാണ്. രാധേശ്യാം. വൃന്ദാവനത്തിലേക്ക് പലരും എന്നോട് ചോദിക്കാറുണ്ട്, വൃന്ദാവനത്തിലേക്ക് എത്ര പ്രാവശ്യം പോയിന്ന്. സത്യം പറയാൻ ഞാൻ എണ്ണാറില്ല. കാരണം അതെനിക്ക് എല്ലാ തവണ പോകുമ്പോഴും ആദ്യം പോണ പോലെ പോവാനാണ് എനിക്കിഷ്ടം. ആദ്യമായിട്ട് നമ്മൾ പോണ പോലെയാണ്, അതാണ് എനിക്കിഷ്ടം. ഒരുപാട് അനുഭവങ്ങളുള്ളതാണ് വൃന്ദാവന യാത്ര എന്ന് വെച്ചാൽ. ഭഗവാന്റെ ആ വ്രജഭൂമി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യക്ഷമായ അനുഭവം ലഭിക്കുന്ന സ്ഥലമാണ്. കാരണം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഒരു മനുജബാലന്റെ രൂപത്തിൽ വിളയാടിയ ഭൂമിയാണത്. അവിടുത്തെ ആ അനുഭവം എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ച് തന്നെ അറിയണം. പക്ഷേ അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ള ദിക്കിലേക്കൊക്കെ പോണ പോലെ ലോകം കാണാൻ പല സ്ഥലത്തേക്കും നമ്മൾ ടൂറ് പോവും. അവിടേക്ക് പോകേണ്ടത് ടൂറ് പോകാനല്ല. ടൂറ് പോകണ ഭാവത്തിൽ പോയാൽ നമുക്ക് ഒന്നും അവിടെ അനുഭവമില്ല. അവിടുത്തെ നമ്മളുടെ ഈ നാട്ടിലൊക്കെ കാണുന്ന പോലെയുള്ള വീഥികളും കെട്ടിടങ്ങളും അതും ഇതൊക്കെ നമുക്ക് അവിടെയും കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ നമ്മുടെ മനസ്സിലെ ആ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാന്റെ ലീലകളാടിയ ആ പുണ്യധാമമാണ് അത് എന്ന് അവിടുത്തെ ഓരോ മണൽത്തരിയിലും ആ ഭഗവാന്റെ പാദം പതിഞ്ഞിട്ടുണ്ട്. അവിടെ നിറഞ്ഞു നിൽക്കുന്നത് ആ ഭഗവാൻ. നമ്മളെപ്പോലെ ഭഗവാൻ മനുഷ്യനായിട്ടായി അവിടെ ശ്വാസോച്ഛ്വാസമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ശ്വാസോച്ഛ്വാസത്തിൻ്റെയൊക്കെ അലകൾ ഇന്നും അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളൊരു ഭാവത്തിൽ നമ്മൾ ആ ഗോലോക വൃന്ദാവനം തന്നെയാണ് അത്. അതിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പോവുക. അങ്ങനെയാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ പോയാലേ വൃന്ദാവന അനുഭവം ആവുള്ളൂ. എല്ലാവരും പോകുന്നുണ്ട്, ഞാനും പോവാം. വൃന്ദാവനം എന്ന് പറയണ കേട്ടു, ധാരാളം പേര് എപ്പോഴും പോകണ്ട, ഞാനും പോവാം എന്ന് പറഞ്ഞാൽ അനുഭവമാവില്ല. ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ. ഏതൊരു നിമിഷത്തിൽ നമ്മൾ വൃന്ദാവനത്തിൽ പോകണം എന്നൊരാഗ്രഹം തോന്നിയോ ആ നിമിഷം മുതൽ നാമം മാത്രം നമ്മുടെ ഉള്ളിൽ മുഴങ്ങണം. ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള ശ്രദ്ധകൾ പോലും കളഞ്ഞിട്ട്, അതായത് ഒന്നിനെ ഉപേക്ഷിക്കണം എന്നല്ല പറയണേ, എല്ലാത്തിനും വേണം. പക്ഷെ അതിലുള്ള അമിതമായ ആസക്തിയെ വിട്ടിട്ട് പിന്നീട് എപ്പോഴും ചിന്തിക്കേണ്ടത് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ പുണ്യധാമമായ വൃന്ദാവനത്തെക്കുറിച്ചാവണം. അങ്ങനെ ചിന്തിച്ച് മാത്രമേ വൃന്ദാവനത്തിലേക്ക് പോയാൽ അത് നമുക്ക് അനുഭവമായിട്ട് തീരുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ധാരാളം കഥകൾ കേൾക്കാൻ പറയണത്. കൃഷ്ണ കഥകൾ ധാരാളം കേൾക്കുക. ഭാഗവതത്തിൽ ഭഗവാന്റെ ബാലലീലകൾ മുതൽ വൃന്ദാവന ലീലകൾ വരെ കുറേ അധ്യായങ്ങളിലൂടെ അത് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഇതിനൊക്കെ ധാരാളം കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പുണ്യധാമം ഇന്നിതാ നമ്മൾ ജീവിക്കണ ഈ ഭൂമിയിലുണ്ട്, അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് തിരിച്ചറിയണ നിമിഷത്തിൽ അവിടെ എത്താൻ കൊതിക്കണം. അങ്ങനെയുള്ളൊരു കൊതി കൊണ്ട് തന്നെയാണ് അവിടേക്ക് എത്താനായിട്ട് സാധിച്ചത് എന്ന് പറയുന്നത്. അങ്ങനൊരു കൊതിയാണ് ശരിക്കും അവിടെ എത്താൻ സാധിച്ചത്. ആദ്യമായിട്ട് മധുരയിൽ പോയത് വർഷങ്ങൾക്ക് മുമ്പ് 2001 തോന്നുന്നു. ആദ്യമായിട്ട് മധുരയിൽ പോകാനൊരു ഭാഗ്യം ഉണ്ടായി. അത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, അദ്ദേഹം എൻ്റെ ഭർത്താവ് വർക്ക് ചെയ്തിരുന്നത് NIT-യിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവരുടെ ഒരു യാത്രയുണ്ടായിരുന്നു. അപ്പം അത് കുളു, മണാലി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്രയല്ല കേട്ടോ, വിനോദയാത്രയായിരുന്നു. അതിൽ അവർ ഈ മധുര ഭാഗം കൂടി ഉൾപ്പെടിച്ചു. അന്ന് പോയത് വിവേകാനന്ദ ട്രാവൽസിൻ്റെ കൂടിയാണ്. അപ്പോൾ ഈ മധുരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക്. ആ യാത്രയിൽ ഏറ്റവും പ്രിയപ്പെട്ടത് മധുരയിൽ. അന്ന് മധുരയിൽ ചെല്ലുമ്പോൾ അവിടെ ധാരാളം പശുക്കളും ഒക്കെ നല്ല ഇന്നത്തേക്കാൾ കൂടുതൽ നമുക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടാണ്. അവിടെ പട്ടാളക്കാരും അതും അത് അത്രയും ഒരു സെക്യൂരിറ്റി കാര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നത്തേക്കാൾ കൂടുതൽ അന്ന് ആസ്വദിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഭഗവാൻ ആ കംസന്റെ കൊട്ടാരത്തിലെ ജയിലിൻ്റെ ഒരു ഭാഗം
നമ്മളിതാ കാണണം. ആ ജയിലിൻ്റെ ആ ഭാഗത്തിൽ ഭഗവാനെ അന്ന് ആ ജയിലറ അവിടെ കാണാൻ സാധിക്കുന്നു. അവിടെ ഒരു കട്ടിൽ പോലെ ഇത്തിരി സിമെൻ്റ് കൊണ്ട് തന്നെ കെട്ടിയിട്ട് ഒരു ഭാഗമുണ്ട്. അത് വെറുതെ ഇങ്ങനെ ചങ്ങലയിട്ടിട്ട് മറച്ചിട്ടേ ഉണ്ടായുള്ളൂ അന്ന്. അതിൽ നിറച്ച് പുഷ്പങ്ങൾ വെച്ചിട്ട് അന്ന് കാണുമ്പോൾ അങ്ങനെയാണ്. ഇന്ന് അതൊന്നും കാണാൻ സാധിക്കില്ല അവിടെ ചെന്നാൽ. പക്ഷെ അന്ന് അതായിരുന്നു, ആ കിടന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞ് നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു അവിടെ ചെന്ന് കണ്ടപ്പോൾ. നമ്മുടെ ഉള്ളിൽ ഈ കഥകൾ നല്ലോണം ഉള്ളത് കൊണ്ട്. അപ്പം അന്ന് കൂടെ വന്ന ഗൈഡിനോട് ചോദിച്ചു, ഈ ഭഗവാൻ ജനിച്ച് വളർന്നത് ഇപ്പം ഇവിടെയാണല്ലോ, അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയില്ലേ അമ്പാടി എന്ന് പറഞ്ഞ സ്ഥലം, അതിവിടെ അടുത്താണോ, അവിടേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഏയ് അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല, അതൊക്കെ കഥകളിൽ വെറുതെ പറയണതാന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട്. അപ്പോൾ പറഞ്ഞു, ഇതുണ്ടെങ്കിൽ അതും ഉണ്ടാവണ്ടേ, ഇത് കഥയാണെങ്കിൽ ഇതും കഥയാവണ്ടേ, അപ്പോൾ ഇവിടെ ജനിച്ച സ്ഥലം ഉണ്ടെങ്കിൽ വളർന്ന സ്ഥലം ഉണ്ടാവാണ്ടിരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അത്ര ഗൗരവം കൊടുത്തില്ല. പക്ഷെ അവിടെ എവിടെയുണ്ട്, അതൊക്കെ ഇപ്പോൾ കാടൊക്കെ വന്ന് അതൊക്കെ മറിഞ്ഞു പോയി, ആ സ്ഥലമൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്, അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്ഥലം ഉണ്ടാവില്ല. അന്ന് തൊട്ടിട്ടുള്ള ഒരു ആഗ്രഹം, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവുമോ, അതിനെ കാണാൻ സാധിക്കുമോ എന്ന് ആഗ്രഹിച്ച് നടക്കുമ്പോൾ ഒരിക്കൽ ഈ ജനം ജയ്ഹിന്ദ് ടി വി ആണെന്ന് തോന്നുന്നു ആദ്യം അതോ ജനം ടി വി, അതെനിക്ക് അത്ര ഓർമ്മയില്ല. മലയാളത്തിൽ ജയ്ഹിന്ദാണെന്നാണ് തോന്നണത്. മലയാളം ചാനൽ ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഉദിത് ചൈതന്യ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു, ഈ ഭാഗവത പ്രവചനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ 6 മണിക്കാണ്. രാവിലെ 6 മണിക്ക് അങ്ങോട്ട് എണീറ്റിട്ട് ടി വി അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം കാണിക്കുന്നത് വൃന്ദാവനാണ്. ആ വൃന്ദാവനത്തിൻ്റെ മണലുകൾ, അതിനെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞിട്ടേ പിന്നെ ഭാഗവതം തുറന്നു. അത് കണ്ടപ്പോൾ എനിക്ക് കൊതിയായി ശരിക്കും അദ്ദേഹം വഞ്ചിയിൽ പോണതും ഒക്കെ ആയിട്ടുള്ള ആ ഭാഗങ്ങൾ. അപ്പോൾ വൃന്ദാവനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, യമുന നദി ഉണ്ട് എന്നൊക്കെ മനസ്സിലായപ്പോൾ തൊട്ടിട്ട് കൊതിച്ചു തുടങ്ങിയത് എന്നെങ്കിലും ഒരിക്കൽ പോവാൻ സാധിക്കുമോ എന്ന് കൊതിച്ച് കാത്തിരുന്നു. അങ്ങനെ 2013 വരെയായിരുന്നു ആ കൊതി നീണ്ടു നിന്നത്. 2013-14 ആ സമയം വരെ. അപ്പോൾ എൻ്റെ മൂത്ത മകൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടാണ്ടിരിക്കണ ഒരവസ്ഥ. അവന് ജോലി കിട്ടണില്ല. അപ്പോൾ ജോലി കിട്ടാണ്ടിരിക്കുമ്പോൾ അവന് വല്ലാത്തൊരു നിരാശ, എനിക്ക് മാത്രം കിട്ടിയില്ല, എൻ്റെ കൂടെയുള്ളവരൊക്കെ ജോലി കിട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഒരു വിഷുവിൻ്റെ സമയത്ത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ തൊഴുതിട്ട് വീട്ടിലേക്ക് വരാം എന്നുള്ള നിലയ്ക്ക് ഗുരുവായൂർക്ക് യാത്ര അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴാണ് ആളുടെ ഫോൺ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് ജോലി കിട്ടിയാൽ നീ എനിക്ക് വൃന്ദാവനത്തിലേക്ക് പോകാൻ പൈസ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവന് അതിനെന്താ, തീർച്ചയായിട്ടും തരും എന്ന് കുട്ടി മറുപടി പറഞ്ഞു. ശരിക്കും ആ ഒരു ചോദ്യം ഭഗവാൻ കേട്ട പോലെ അത്രയും കാലം കൊതിച്ചിരുന്നതല്ലേ. ഗുരുവായൂരപ്പനെ തൊഴുത് കണ്ണനോട് വിശേഷമൊക്കെ പറഞ്ഞ് കണ്ണന് വിഷുക്കൈ നീട്ടൊക്കെ കൊടുത്ത് അവിടെ നിന്ന് വന്ന് തിരിച്ച് വണ്ടിയിൽ കയറിയപ്പോൾ മകൻ്റെ ഫോൺ വന്ന്, അമ്മ എനിക്ക് ജോലി കിട്ടിയിട്ടോ എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് ശരിക്കും അതെ ഭഗവാൻ തന്നൊരു വിഷുക്കൈ നീട്ടം പോലെ. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോണ്ട് ഒരു പാട്ട് ഇങ്ങനെ ഒരു ഇത് കാണണു, ഒരു വൃന്ദാവന യാത്ര പോകണമെന്ന് പറഞ്ഞിട്ട് കിഴക്കേടം ഹരിനാരായണൻ തിരുമേനി വൃന്ദാവന യാത്ര പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് കാണുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ച് അവിടെ ചെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകാനൊക്കെ തീരുമാനിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ വൃന്ദാവന യാത്ര. അതേ യാത്ര തന്നെയാണ് ഞാൻ ഓരോ തവണ ആരുടെ കൂടെ പോയാലും അതേ യാത്ര തന്നെയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ യാത്രയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞു തന്നത്, വൃന്ദാവനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെയല്ല, അവിടെ വളരെയധികം ഭക്തിയോട് ശ്രദ്ധയോട് കൂടിയിട്ട് വരണം. അവിടെ വന്നു കഴിഞ്ഞാൽ മുരളിയേട്ടൻ അത് പ്രത്യേകമായിട്ട് കിഴക്കേടം മുരളിയേട്ടനാണ് പറഞ്ഞത്, അവിടെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല, എപ്പോഴും നാമം ജപിക്കണം, എത്ര നാമം ഈ ഭൂമിയിൽ ജപിക്കാൻ പറ്റുമോ അത്രയും നാമം ജപിക്കണം, ചെരുപ്പിട്ടിട്ട് ആ ഭൂമിയിലൂടെ നടക്കരുത്. പലരും ചെരുപ്പൊക്കെ ഇട്ട് നടക്കുന്നുണ്ടോ, പക്ഷെ നമ്മളതിനെ ഉപേക്ഷിക്കണം. അതിന് പോലും കഴിയില്ല എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ആ ഭഗവാനെ അനുഭവിക്കാൻ പറ്റുക? അപ്പോൾ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു.
അതിനെയൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ അത് അദ്ദേഹം പറഞ്ഞ വാക്കുകളെ ഗുരുവായൂരപ്പൻ്റെ വാക്കുകളായിട്ട് ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ് വൃന്ദാവനത്തിന് അനുഭവമാവാൻ പറ്റിയതും. പക്ഷേ വൃന്ദാവനത്തിൽ പോവുകയാണെന്ന് ഉറപ്പിച്ചപ്പോൾ എൻ്റെ ബന്ധുക്കളായിട്ടുള്ള എൻ്റെ ഏട്ടൻ്റെ ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോളെ നീ 2 കാര്യങ്ങളെ കൊണ്ട് നീ വൃന്ദാവനത്തിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു. അതെന്താ ഏട്ടാ? ഒന്നാമത് അവിടെ നിറയെ പൊടിയാണ്, നിനക്ക് ആസ്മയുടെ അസുഖമുള്ളതാണ്. ശരിയാ, എനിക്ക് ആസ്മ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ക്രിട്ടിക്കലാവാറുണ്ട്, അധികവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്, ഓക്സിജൻ തരേണ്ടി വരാറുണ്ട്. അത്രയും അനുഭവങ്ങളുള്ള ആളാണ് ഞാൻ. അത്രയും എനിക്ക് പൊടി തീരെ പറ്റില്ല. അപ്പോൾ ഒരു കാരണം അത് പറഞ്ഞു. രണ്ടാമത്തെ കാരണം, നിൻ്റെ ഉള്ളിലുള്ള വൃന്ദാവനം അവിടെ ചെന്നാൽ ഒരു പക്ഷെ നഷ്ടപ്പെടും. നീ വിചാരിക്കണ പോലെ നിൻ്റെ മനസ്സിൽ കാണുന്ന വൃന്ദാവനം അവിടെ കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ വ്യത്യാസമായിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു അത് നഷ്ടപ്പെടില്ല, അതെനിക്ക് ഉറപ്പാണ്, എനിക്ക് പോകണം എന്ന് നിർബന്ധമായിട്ട് തന്നെ പോവാനായിട്ട്. അപ്പോൾ അങ്ങനെ വൃന്ദാവന യാത്ര ഒരു ഓണത്തിൻ്റെ അന്നാണ് ആ വൃന്ദാവന യാത്ര തുടങ്ങിയത്. തിരുവോണ നാളിൽ ആണ് അവിടുന്ന് യാത്ര പുറപ്പെട്ട് അവിടെ ചെന്ന് ശരിക്കും യാത്ര പുറപ്പെടുന്ന നേരത്തൊക്കെ നമ്മുടെ കൂടെ ഭഗവാനുള്ള പോലെ ഓരോ നിമിഷവും നമ്മളുടെ യാത്രയുടെ കൂടെ ഒരു കൃഷ്ണപ്പരുന്തിനെ ഞങ്ങളിങ്ങനെ കണ്ടിരുന്നു. അതെപ്പോഴും ആ കൃഷ്ണപ്പരുന്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഭഗവാനായിട്ട് നയിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരുന്നു. അവിടെ ചെന്നാൽ സത്യമായിട്ടും പറയട്ടെ, എനിക്ക് ഒട്ടും എൻ്റെ മനസ്സിലുള്ള വൃന്ദാവനം നഷ്ടപ്പെട്ടേ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ ചെന്നപ്പോൾ അതേ അനുഭവം തന്നെയായിരുന്നു. കണ്ണൻ്റെ ആ വൃന്ദാവനം ശരിക്കും ആ കാറ്റിലും ആ പക്ഷികളുടെ ആ കൂജനങ്ങളിലും അവിടെയുള്ള ആ മണലുകളൊക്കെ സ്പർശിക്കുമ്പോൾ ഓരോ നിമിഷവും ഭഗവാൻ ഇങ്ങനെ കൂടെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അത് അനുഭവം എങ്ങനെയാണെന്ന് പറയാൻ പറ്റാത്ത അനുഭവം തന്നെയാണ്. അപ്പോൾ അന്ന് ശരിക്കും എല്ലാവർക്കും മനസ്സിലാവണ രീതിയിൽ അനുഭവം ഉണ്ടായത് എന്താണെന്ന് വിചാരിച്ചാൽ, അന്ന് കിഴക്കേടം ഹരിയേട്ടൻ്റെ അമ്മയുണ്ടായിരുന്നു കൂടെ, ഇത്തിരി പ്രായമായിട്ട്. അപ്പോൾ എനിക്ക് ഈ പ്രായമായവരെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ നടക്കുമ്പോഴൊക്കെ ഞാൻ കയ്യെ പിടിച്ചോളാം എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ് അമ്മയുടെ അടുത്ത്. അപ്പം അങ്ങനെ കൊണ്ട് നടന്ന് ഒരിക്കൽ ഞങ്ങൾ ഭാണ്ഡീരവനത്തിലേക്ക്. അപ്പം ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വംശീവട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ ആ വംശീവട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ധാരാളം മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഒരു ആൽത്തറയുടെ മുകളിലൊരു വലിയ വൃക്ഷമുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ വൃക്ഷത്തിനോട് ചെവി ചേർത്ത് വച്ചാൽ നമുക്ക് അവിടെ നിന്ന് വാദ്യോപകരണങ്ങളുടെ ധാരാളം എപ്പോഴും രാസം നടക്കുന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ കേൾക്കാൻ സാധിക്കും. പലർക്കും പല അനുഭവമാണ്. ചിലർക്ക് ഓടക്കുഴലിൻ്റെ നാദം കേട്ടിട്ടുണ്ട്, ചിലർക്ക് തിമിലയുടെ ഇങ്ങനെ, ചിലർക്ക് വീണയുടെ നാദം. അത് എന്താ കേൾക്കാൻ നമുക്ക് സാധിക്കുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒന്നും കേട്ടില്ലെങ്കിലും ആ മരത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ്. ഒന്നും കേൾക്കാത്തതും ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും പലതും കേട്ടിട്ടുള്ള അനുഭവമുണ്ട്. പക്ഷെ അത്രയും ഒരു പ്രത്യേകതയാണ്. അവിടെ നിന്ന് ആദ്യം നടന്നിട്ടാണ് ഭാണ്ഡീരവനത്തിലേക്ക്. ഭാണ്ഡീരവനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ രാധാറാണിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെ വിവാഹം ബ്രഹ്മാവ് നടത്തി കൊടുത്ത സ്ഥലമാണ് ഭാണ്ഡീരവനം. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഒരു പാടത്തു കൂടെ അങ്ങനെ നടന്നിട്ട് പോരാൻ പറ്റും. അപ്പം അന്ന് ഞങ്ങൾ നടന്ന് പോവുകയാണ്. ഇന്ന് അങ്ങനെ വരാനൊന്നും പറ്റില്ല. അങ്ങനെ നടന്ന് പോണ സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിറച്ച് ഈ കരിമ്പിൻ്റെ കൃഷി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലുള്ള വരുമ്പത്ത് കൂടെയാണ് നടക്കണേ. അപ്പോൾ അമ്മയുടെ കൈ പിടിച്ച് ഞാനിങ്ങനെ നടക്കുമ്പോൾ മനസ്സിൽ തോന്നി എന്തൊരു അഹങ്കാര കൃഷ്ണ എനിക്ക്. അപ്പോൾ എപ്പോഴും ഭഗവാനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ആണ്. അപ്പം ഞാൻ കണ്ണാ, എന്തൊരു അഹങ്കാരമാണ് എനിക്ക്. ഞാനിപ്പോൾ ഇവിടെ ഒരു കല്ലിൽ തട്ടി അങ്ങോട്ട് മറിഞ്ഞു വീണാൽ ഈ അമ്മയും കൂടെ എൻ്റെ കൂടെ വീഴും. എന്നിട്ട് അത്ര പോലും എനിക്ക് എൻ്റെ കാര്യത്തിലൊരു ഉറപ്പില്ലാത്ത ഞാൻ പറയാം, ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് ഈ അമ്മയുടെ കൈ പിടിച്ച് നടക്കണില്ലേ, അതെൻ്റെ അഹങ്കാരമല്ലേ കണ്ണാ എന്ന് മനസ്സോണ്ട് ചോദിക്കുമ്പോഴേക്കും ഒരു വലിയ ഒരു കല്ല് അവിടെ ഉണ്ടായിരുന്നു. അതൊന്ന് തട്ടി ഞാൻ അങ്ങോട്ട് മറിഞ്ഞ വഴി ഞാൻ കൃഷ്ണാന്ന് ഉറക്കെ വിളിച്ചിട്ട് ഈ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, അമ്മ വീഴാതിരിക്കാൻ. അപ്പോഴേക്കും എവിടെ നിന്നാന്നറിയില്ല ആ
അതിൻ്റെ അവിടെയുള്ള ആ കരിമ്പിൻ്റെ തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് അത്ര പൊക്കത്തിൽ നിൽക്കുക. ആൾക്കാരൊന്നും ഇടയ്ക്കൂടെ മാജി മാജി എന്ന് വിളിച്ചിട്ട് ഒരു 8 വയസ്സായ ഒരു കുട്ടി ഓടി വന്ന് എൻ്റെ കൈമ പിടിച്ചു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എത്തണ ആ കുട്ടിയാണ് എന്നെ നയിച്ച് ശരിക്കും ആ പാടത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ പറഞ്ഞു, മനസ്സിലായി ഗുരുവായൂരപ്പൻ എന്താ പറഞ്ഞേ, അങ്ങനെയല്ല, ഞാൻ കൂടെ ഉണ്ട്, അപ്പോൾ അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരിക. ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പോട് കൂടിയിട്ടാണ് അങ്ങനെ പിടിച്ചേക്കണേന്ന് വെച്ചാൽ ആ ഭഗവാൻ നമ്മളെ വീഴ്ത്തില്ല എന്നുള്ള ഒരു സത്യം ഭഗവാൻ അതെല്ലാവർക്കും ബോധ്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. എല്ലാവരും കണ്ട ഒരു അനുഭവമായിരുന്നു. അത് ആദ്യത്തെ യാത്രയിലെ അനുഭവമായിരുന്നു. അതെനിക്കൊരുപാട് സന്തോഷം ഉണ്ടാക്കിയ ഒരു അനുഭവം. ഭഗവാൻ കൂടെ ഉണ്ട് എന്ന്. കാരണം എന്താ വെച്ചാൽ അതെൻ്റെ ഭക്തിയുടെ മഹത്വം കൊണ്ടല്ല, ഞാൻ എവിടെ എത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ് പിന്നീട് എനിക്ക് മനസ്സിലായേ. ആദ്യമൊക്കെ വിചാരിച്ചു ഭക്തിയുടെ മഹത്വം കൊണ്ടാവുമെന്ന്. ഭക്തി കൊണ്ടല്ല. കാരണം എന്താ വെച്ചാൽ ഭക്തി യഥാർത്ഥമായിട്ട് ഭഗവാനോട് പ്രേമഭക്തി ഉണ്ടെങ്കിൽ അവർക്ക് ഗോപികമാർ പറയണ കേട്ടിട്ടില്ലേ, ഞങ്ങൾക്ക് കൃഷ്ണനിൽ നിന്നൊന്നും വേണ്ട, ഞങ്ങൾക്ക് കൃഷ്ണനെ സ്നേഹിക്കണം, അത്രേ ഉള്ളൂ, കൃഷ്ണനിൽ നിന്നൊന്നും വേണ്ട, കൃഷ്ണൻ അത് അറിയണമെന്ന് പോലും ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്ന് പറയണില്ലേ. അവരൊന്നും പ്രതീക്ഷിക്കില്ല. നമ്മളിതാ അനുഭവങ്ങൾ പ്രതീക്ഷിക്കണത്. അപ്പോൾ അത്രയൊന്നും ഭക്തി ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ ഇങ്ങനെ ഓരോ അനുഭവത്തിലൂടെ നമുക്ക് ഭക്തിയെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് പിന്നീട് അന്നൊന്നും അറിയണം. അന്ന് വിചാരിക്കണേ ഭക്തിയുടെ ഒരു മഹത്വം കൊണ്ട് എന്നാലോചിച്ചു. അപ്പോൾ പിന്നത്തെ തവണ പോകുമ്പോൾ കൊതിയായി. ഇനി പോകുമ്പോൾ ഭഗവാനെ എവിടെ വെച്ചിട്ടാ കാണുക എന്നിങ്ങനെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ തവണ പോയത് കല്ലംവള്ളി ജയശങ്കർ, മണിവർണ്ണൻ തിരുമേനി അവരുടെയൊക്കെ കൂടിയാണ് പോയേ. അപ്പോൾ വെള്ളിനേഴി ഹരികൃഷ്ണനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഹരിയും കൂടിയിട്ട് എപ്പോഴും നടക്കുക. കാരണം ഹരിയുടെ കൂടെ നടന്ന ഹരി കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. അത് കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടം. അത് കാരണം എപ്പോഴും ഹരിയുടെ കൂടെ നടക്കും. അത് നടന്നാൽ നല്ല സന്തോഷമാണ്. ഹരി കുറേ കാര്യങ്ങൾ ശ്ലോകമൊക്കെ ചൊല്ലി ഇങ്ങനെ പറഞ്ഞു തരും. അങ്ങനെ ഞങ്ങൾ ചരൺ പഹാടി എന്നുള്ളൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോഴൊക്കെ ഞാൻ എല്ലാ ദിക്കിലും ഈ കൃഷ്ണനെ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. എനിക്ക് എവിടെ ചെല്ലുമ്പോൾ ഇതാണ് എന്നുള്ളൊരു ഉറപ്പ്, എല്ലാം ഭഗവാനാണെങ്കിലും എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നാത്തൊരു ഇത്. അപ്പോൾ ആ സമയത്ത് ചരൺ പഹാടിയിലേക്ക് പോയി. ഞങ്ങളിങ്ങനെ ഏറ്റവും ലാസ്റ്റാണ് കഥയൊക്കെ പറഞ്ഞ് നടന്നായിരുന്നത്. അപ്പോൾ എല്ലാവരും മുകളിൽ കയറിയിട്ട് താഴത്തേക്ക് ഇറങ്ങി. ലാസ്റ്റ് പോകാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഹരിയേട്ടൻ്റെ കൂടെ പോയ സമയത്ത് ഈ ചരൺ പഹാടിയിൽ ചെന്നിട്ട് അവിടെ ഒരു നല്ല ഭഗവാന്റെ പാദം പതിഞ്ഞതാണ് ചരൺ പഹാടി. പാദം പതിഞ്ഞിട്ടുള്ള ഒരു കല്ലുണ്ട്. അപ്പോൾ ഭഗവാൻ വേണുഗീതം ഒരിക്കൽ അവിടെ ഇരുന്നിട്ട് വേണു ഊതിയ സമയത്ത് ആ വേണുഗീതം കേട്ടിട്ട് ഈ പാറ വെണ്ണ പോലെ അലിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാദം അവിടെ പതിഞ്ഞു. ആ ശിലയാണ് അവിടെ. അപ്പം വേഗം അവിടെ ചെന്നിട്ട് ഹരിയേട്ടൻ എന്തൊരു ഗന്ധ, സച്ചിദാനന്ദ ഗന്ധം എന്ന് പറഞ്ഞിങ്ങനെ മണത്തു. പക്ഷെ അത് ഞങ്ങൾ കണ്ടു. ഞങ്ങളൊരാൾ മണക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതിന് നിൽക്കും എന്നുള്ളത്, ഒരാൾ ചെയ്താൽ എല്ലാവരും ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പം അതുകൊണ്ട് ആ ആഗ്രഹം ഉള്ളിൽ അടക്കിയിട്ടാണ് പോകുന്നത്. അപ്പം അടുത്ത തവണ ആ ചരൺ പഹാടിയിൽ പോയപ്പോൾ ഇത് അതുപോലെ ഒന്ന് അനുഭവിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് പിന്നിൽ നടന്നത്. അപ്പം എല്ലാവരും കയറി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ മുകളിലേക്ക് കയറുന്നത്. അത് ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, അതാണ് ബാക്കിൽ നടക്കാൻ. പക്ഷെ അന്ന് എന്താണ്ടായി എന്ന് വിചാരിച്ചാൽ അവിടെ ചെന്നപ്പോൾ അതിലും വലിയൊരു അനുഭവമാണ് കാത്തുവച്ചത്. അവിടെയുള്ള വ്രജവാസികളുടെ ഭക്തിയാണ്. ഇപ്പം ഞാൻ കൃഷ്ണനെ തേടി എല്ലാ ദിക്കിലും നടന്നു, എവിടെയും കൃഷ്ണനെ കാണണില്ല. പക്ഷെ അവര് എല്ലാത്തിലും കാണണു എന്നുള്ള സത്യത്തിനെ കാണിച്ചു തരികയാണ്. ആ ചരൺ പഹാടിയുടെ ആ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് അങ്ങോട്ട് പാദം വച്ചതും അവിടെ രാധാമാധവം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥമുണ്ട് അവിടെ. അപ്പോൾ അത് ഭാഗവതം പോലെ അവർ പാരായണം ചെയ്യും. അപ്പം അതിൽ രാധാറാണി പ്രകടമായി എന്ന് അവർ പ്രാർത്ഥിക്കലും ഞാൻ അങ്ങോട്ട് കാലെടുത്ത് വയ്ക്കലോ ഒരുമിച്ചായി. അപ്പം അവരെല്ലാവരും കൂടി അവിടെ നിന്ന് രാധേ 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 എന്ന് വിളിച്ച് വന്ന് മാലയൊക്കെ ഇട്ട് കൊണ്ടുപോയി അവിടെ ഇരുത്തി നെറ്റിയിൽ നിറച്ച് അവിടുത്തെ ആ ഗോപീചന്ദനമൊക്കെ ഇടിച്ച് ഒക്കെ അങ്ങനെ ആ രാധയെ കണ്ട അതേ ഒരു
ആ ഒരു ഭാവമായിരുന്നു അവർക്ക്. അപ്പം അത് കാണുമ്പോഴാണ് നമുക്ക്, ഞാൻ പറയാം, അപ്പം ആലോചിക്കുക, നമുക്ക് ഇതൊക്കെയല്ലേ ഭക്തി, എന്തിലും രാധയെ കാണാൻ സാധിക്കുക എന്നുള്ളത്. നമ്മളെന്താ വിചാരിച്ചേ, കൃഷ്ണൻ എവിടെ എവിടെയെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചൊരു പ്രത്യേക ഭാവത്തിലുള്ള ആളെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് അപ്പോൾ ആ മനസ്സിലാഗ്രഹിച്ച പോലെ ആ ചരൺ പഹാഡിയിലെ ആ ഒരു ശിലയിൽ നല്ലോണം ശരിക്കും അദ്ദേഹം പറഞ്ഞു, ശരി, നല്ല സുഗന്ധമാണ് അവിടെ, ഇങ്ങനെ നല്ല തണുപ്പുമാണ്, ശരിക്കും തലവച്ചിങ്ങനെ കിടന്നാൽ എണീറ്റ് പോരാൻ തോന്നില്ല, അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു അവിടെ. അങ്ങനെ ഇറങ്ങി വരണ സമയത്ത് ആ പടിയിൽ ഒരു ആളും ഇല്ല അവിടെ. നമ്മൾ പറയണ പോലെയല്ല, വളരെ വിസ്തൃതമായി കിടക്കുക അതിൻ്റെ ചുറ്റുഭാഗം ഉള്ള ആ പടി ഇറങ്ങി വരണോടത്ത്. അപ്പുറത്ത് ഇങ്ങനെ ഇങ്ങനെ നോക്കിയാൽ കണ്ണെത്തില്ല, അതുപോലെയാണ് ചുറ്റും വയലുകളൊക്കെ ആയിട്ട് കിടക്കണേ. അതിൻ്റെ ഈ അറ്റത്താണ് ബസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരം കൂടെ നടന്നു വന്നിട്ട് വേണം. ഇന്നൊക്കെ ഈ ചരൺ പഹാഡിയുടെ അവിടെ വരെ വണ്ടി പോകും, നമുക്ക് ഒന്നും സ്റ്റെപ്പൊന്നും കയറണ്ട. അന്ന് അങ്ങനെയായിരുന്നു, ബസ്സിലാണ് പണ്ട് പോയായിരുന്നു. ഇപ്പം ചെറിയ ചെറിയ വണ്ടികളിലാണ്. അപ്പം അതൊക്കെ ശരിക്കും എന്തൊരു നല്ല അനുഭവമായിരുന്നു. അപ്പോൾ ആ ബസ്സിൻ്റെ അവിടെ വരെ നടക്കണം. ഈ പടി ഇങ്ങനെ ഇറങ്ങുമ്പോൾ നല്ല ഒരു വെളുത്തട്ട് ഇങ്ങനെ എന്താ പറയുക, അരയിലൊരു ചരട് പോലും ഇല്ലാണ്ട് ഒന്നും ഇടാത്ത ഒരു കുഞ്ഞ് അവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കൈ നീട്ടിയിട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുക. അപ്പോൾ ഞാൻ അപ്പോഴാണ് എനിക്ക് ആ കണ്ണനെ ശരിക്കും അനുഭവപ്പെട്ടത്. ഞാൻ ഓടി ചെന്ന് കൈമ പിടിച്ചിട്ട് പതുക്കെ സ്റ്റെപ്പ് ഇറക്കാൻ നോക്കിയപ്പോൾ വീണ്ടും എൻ്റെ മുഖത്ത് നോക്കി കരഞ്ഞു. എന്നെ കണ്ടിട്ട് എന്താ എടുക്കാത്തതെന്ന് ചോദിക്കണ പോലെ. അപ്പോൾ വേഗം കണ്ണാന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. അങ്ങനെ എടുത്ത് ആ പടി ഇങ്ങനെ ഇറങ്ങി, കണ്ണനെ മാത്രമേ ഉള്ളൂല്ലോ, ബാക്കി എവിടെ പോയി, കണ്ണൻ്റെ കൂട്ടുകാരൊക്കെ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു അത്. ആ പടി മുഴുവൻ ഇറങ്ങി വന്നിട്ട് ഒരാളും ഇല്ല കുട്ടിയുടെ കൂടെ. ബസ്സിനടുത്ത് വരെ എത്താറായി. ഞാൻ വിചാരിച്ചു, ഈശ്വര, അതിനെ കൊണ്ടിങ്ങോട്ട് പോരേണ്ടി വരുമോ എന്നാലോചിച്ച് ആ ബസ്സിനടുത്ത് എത്താറായപ്പോൾ മയ്യാന്ന് വിളിച്ചിട്ട് ഇതുപോലെ ഒരു കുട്ടി ഓടി വരുന്നു. എൻ്റെ ബായിയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബലരാമേട്ടാ, കണ്ണനെ ഒറ്റക്കിട്ടിട്ട് പോകരുതിട്ട്, അപ്പം ഞങ്ങൾ കൊണ്ടുപോയേനേന്ന് മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞേ. അങ്ങനെ അത് ഞാൻ ഒറ്റക്കിട്ടിട്ട് പോകരുത് കേട്ടാ, എന്തിനാ ഒറ്റക്കിട്ട്, അത് അവന് മനസ്സിലായ പോലെ ചിരിച്ചുകൊണ്ട് തലയാട്ടി ആ കുട്ടിയെ മേടിച്ച് പോയി. അത് ശരിക്കും അതും എന്താ പറയുക, എനിക്ക് അത് ശരിക്കും വലിയ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വൃന്ദാവനത്തിലുണ്ട്. പിന്നെയും പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഒരനുഭവം, ഞങ്ങളുടെ കൂടെ ഒരു 85 വയസ്സൊക്കെ ആയ ഒരമ്മ വന്നിരുന്നു ഒരു തവണ. വൃന്ദാവന യാത്രയിൽ അമ്മ വന്നിരുന്നു. അപ്പോൾ അമ്മയുടെ 2 മുട്ടിനും വയ്യാണ്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, അങ്ങനെ നടക്കാൻ പറ്റില്ല, ഏന്തി അമ്മ നടക്കുക. അപ്പോൾ എല്ലാ ദിക്കിലും ഈ അമ്മയുടെ കയ്യിൽ പിടിച്ച്, അപ്പം നമ്മൾ പോകുമ്പോൾ ഒരു സേവ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറ്റണ കാര്യങ്ങൾ ചെയ്യുക, അത് ഭഗവാന് സേവ ചെയ്യണ പോലെയാണ്. അങ്ങനെ ഈ അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല, ഈ ഗോവർദ്ധന പരിക്രമ, ഞാൻ വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഗോവർദ്ധന പരിക്രമ ചെയ്യാലോ എന്ന് ആലോചിച്ചിട്ടാണ്. 22 കിലോമീറ്ററാണ് ഗോവർദ്ധന പരിക്രമ. അപ്പം അത് ചെയ്യാലോ എന്നാഗ്രഹിച്ചിട്ട് പിന്നെ രാധാകുണ്ടിലും കൃഷ്ണകുണ്ടിലും സ്നാനം ചെയ്യുക, ഇതെനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ ഈ ഗോവർദ്ധന പരിക്രമയുടെ സമയമായപ്പോൾ ഞാൻ പറഞ്ഞു, കൂടെ വന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ മുന്നിൽ നടക്കൂട്ടോ, അമ്മയെ ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞു. അപ്പം ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തിനാണെന്നറിയില്ല, അത് മുന്നിലിങ്ങനെ നടക്കുക ഒരു ആവേശമാണ് ശരിക്കും. അങ്ങനെ മുന്നിലങ്ങനെ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജയന് ഫോൺ വന്നു. ജയൻ പറഞ്ഞു, വിജയകുമാരി അമ്മയ്ക്ക് നടക്കാൻ പറ്റാണ്ട് അത് എവിടെയോ ആണ്, ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല അത്രയെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ നെഞ്ഞിലൊരു പെടപ്പായി. ഞാൻ പറഞ്ഞു, എന്ത് ആഗ്രഹിച്ചിട്ടാ ഭഗവാൻ എനിക്ക് ആ തവണ തന്നേക്കണ സേവ, ആ അമ്മയെ വേണ്ടതുപോലെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. ആ സേവയെ മറന്നിട്ട് ഞാൻ എന്ത് നേടാനാ മുന്നിൽ ഓടിയത്? ഇങ്ങനെ ഞാൻ ഓടിയിട്ട് എന്താ കാര്യം ഭഗവാനെ? ഈ വൃന്ദാവനത്തിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു തെറ്റ്, മഹാപരാധമല്ലേ ചെയ്തത്? എനിക്ക് സങ്കടമായി. ഞാൻ ജയൻ്റെ കൂടെ തിരിച്ചു വന്നു. അമ്മയെ കണ്ടവിടെ എനിക്ക് കരച്ചിലടക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ ഉറക്ക കരഞ്ഞു, അമ്മേ ക്ഷമിക്കണം കേട്ടോ അമ്മേ, ഇനി ഞാൻ അമ്മയെ വിട്ടിട്ട് എവിടെയും പോവില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോളെന്തിനാ സങ്കടപ്പെടണേ? എനിക്കൊരു പേടിയില്ല. എൻ്റെ ഒരു കയ്യിൽ രാധയും പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കയ്യിൽ കൃഷ്ണനും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാധയോടും കൃഷ്ണനോടൊക്കെ സംസാരിച്ച് നടന്നു വരികയായിരുന്നു പറഞ്ഞു.
അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ബാക്കിൽ നടന്നോളാം, ഞാൻ നോക്കിക്കോളാം, ഞാൻ പൊക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അപ്പം എൻ്റെ കൂടെ ശ്രീലത എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു. അവരും ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് നടന്നായിരുന്നത്. അപ്പോൾ ഭഗവാന്റെ നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് ഇങ്ങനെ നടന്നു. അപ്പം കുറേ സമയം റോട്ടിൽ കൂടെ നടക്കണം, കുറച്ച് കഴിഞ്ഞാൽ മണലിൽ കൂടെ നടക്കണം, കുറച്ച് കല്ലുള്ള ഭാഗത്തെ കൂടെ നടക്കണം. അങ്ങനെ പല വഴികളുണ്ട്. ഈ 22 കിലോമീറ്ററാണ് പരിക്രമണം ചെയ്യേണ്ടത്. അപ്പം ഈ അമ്മ പറഞ്ഞത് എനിക്ക് പറ്റണ വരെ ഞാൻ പരിക്രമം ചെയ്തിട്ട് പിന്നെ ഞാൻ റിക്ഷയിൽ പൊക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് നടക്കണേ. അങ്ങനെ വെളുപ്പിനൊരു ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ നല്ല ഇരുട്ടുമുണ്ട്, ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ റോഡിൽ നിന്ന് വന്നിട്ട് ആ മണൽ നിറയെയുള്ള ഭാഗത്തെ കൂടെ ഇങ്ങനെ നടന്ന സമയത്ത് പെട്ടെന്ന് ആ കാലാവസ്ഥയ്ക്കൊരു ചേഞ്ച് വന്നു. ഒരു പ്രത്യേക തരം തണുപ്പ് അവിടെ നിറഞ്ഞു. പിന്നെ ഒരു തരം നീല നിലാവ് പരന്നു. ഞാനിങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ ഒരു നീല നിലാവ് കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് ഗോവർദ്ധനത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ നിറയെ വൃക്ഷങ്ങൾ ഉണ്ടായി നിൽക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയും വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കണമെന്നാണ് തോന്നിയത്. അവിടെ അത്രയും വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കണില്ല, പക്ഷെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ ഞാൻ എന്തൊരു അത്ഭുത നീല നിലാവ്. അപ്പം എൻ്റെ മനസ്സിൽ ആ പാട്ട വന്ന നീല നിലാവിനെ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചൊരു പാട്ട്. അപ്പം ഞാൻ ഈശ്വര നീല നിലാവ്, ഉള്ളിൽ എന്തെന്നില്ലാണ്ടൊരു ആഹ്ലാദം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അമ്മ കണ്ണാന്നങ്ങോട്ട് ഉറക്ക വിളിച്ചിട്ട് ഞങ്ങളെ രണ്ടാളെയും വലിച്ചു കൊണ്ട് അങ്ങോട്ട് ഓടാൻ തുടങ്ങി. മുന്നിൽ ഓടുകയാണ് അമ്മ, അങ്ങനെ ഓടുക. അപ്പോൾ കാണണവരൊക്കെ വിചാരിക്കണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാളും അപ്പുറത്തും ഇപ്പുറത്തും 2 കൈയും പിടിച്ചിട്ട് വലിച്ചിട്ട് ഈ അമ്മയും കൊണ്ട് ഓടുക എന്നാണ്. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല, ഞങ്ങൾ വീഴാൻ പോകണ്ട, അമ്മ ഞങ്ങളെ കൊണ്ട് ഓടുകയാണ്. അപ്പോൾ ഈ കാലിന് വയ്യാത്ത അമ്മയെ കൊണ്ട് ഇവരെന്താ ഈ കാണിക്കണേ, അവർ വല്ല ദിക്കിലും വീണ എന്ന് പറഞ്ഞ് ഞങ്ങളെങ്ങനെ വഴക്ക് പറയുന്നുണ്ട് പലരും. പക്ഷേ ഞങ്ങൾക്ക് അവരോടൊന്നും മിണ്ടാൻ പറ്റില്ല. ഈ അമ്മ നിൽക്കണേ. കുറേ കഴിഞ്ഞപ്പോൾ അമ്മ കുറേ വഴി ഓടിക്കഴിഞ്ഞിട്ട് അവിടെ നിലത്ത്, ഈ വയ്യാത്ത ആൾക്ക് നിലത്തിരിക്കാനേ പറ്റാത്ത ആൾ നിലത്തിരുന്ന് ആ പൂഴിയൊക്കെ വാരി തലയിൽ കൂടെയൊക്കെ ഇട്ട് ഞങ്ങളും അങ്ങനെയൊക്കെ ശരിക്കും ആ അമ്മയുടെ കൂടെ ഇരുന്ന് അനുഭവിച്ച് പിന്നെയും അവിടുന്ന് എണീറ്റ് ഓടി. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം അങ്ങനെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മ പതുക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ജതിപുര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ആ ഗോവർദ്ധനത്തിന് പാലാഭിഷേകമൊക്കെ ചെയ്യുക. അവിടെ വരാൻ എത്തിയിട്ട് പറഞ്ഞു എനിക്ക് മതി മക്കളെ, ഇനി ഞാൻ വരണില്ല. രാധാ കൃഷ്ണന്മാരെ ഞാൻ കണ്ടു, അനുഭവിച്ചു, എൻ്റെ കൂടെ കണ്ണൻ ഉണ്ടായിരുന്നു എന്ന്. അപ്പം ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ കണ്ണൻ ശരിക്കും നമ്മളൊക്കെ ഭക്തിയുടെ തലത്തിൽ നിന്നിട്ട് എവിടെയാണെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഭഗവാൻ ശരിക്കുള്ള ഭക്തന്മാരെ നമുക്ക് കാണിച്ചു തരിക. ഇവർക്കൊക്കെയാണ് ഭക്തി ഉള്ളതെന്നുള്ളത്. നമുക്കൊക്കെ ഭക്തി വരണമെങ്കിൽ ഇനി എത്രയോ കാലം ജപിച്ചിട്ട് എത്രയായിട്ട് വേണം. അതുപോലെ പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളാണ് വൃന്ദാവനത്തിൽ. മറ്റ് ഒരു അനുഭവം കൂടിയും പറയാം. അത് കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഞങ്ങൾ കുറച്ച് പേര് കൂടി പോയപ്പോൾ, അപ്പോൾ ഇതുപോലെ അന്ന് നല്ല ഒക്ടോബർ സമയമാണെങ്കിലും നല്ല ചൂടായിരുന്നു. അപ്പോൾ പറഞ്ഞു രാത്രി 10 മണിക്ക് നമുക്ക് ഗോവർദ്ധന പരിക്രമ ചെയ്യാം, രാവിലെ ആകുമ്പോഴേക്കും കഴിയും എന്ന് പറഞ്ഞു. അപ്പം എന്നും അവിടെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ തലേ ദിവസം വൈകുന്നേരം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും. എന്നിട്ട് അത് എങ്ങടൊക്കെയാണ് പോണേ, അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ ആചാര്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പോൾ അന്നും അങ്ങനെ കൂടി പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഫോണുകളൊക്കെ എല്ലാവരും നിർബന്ധമായിട്ട് എടുക്കണം, ഫുള്ളും ചാർജാക്കി വെക്കണം. കാരണം പോണ വഴിക്കൊക്കെ നല്ല ഇരുട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ കണ്ണ് കാണില്ല. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ ടോർച്ചേ പറ്റുള്ളൂ എന്നൊക്കെ നിർദ്ദേശം തന്നു. പക്ഷെ 4 അമ്മമാർ ക്ഷീണം കൊണ്ടാവാം നേരത്തെ പോയി കിടന്നു. അവർ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അവർ അത്രയും നിഷ്ഠയോടു കൂടിയിട്ടാണ് ഈ വൃന്ദാവനത്തിൽ നാമം ജപിച്ചു കൊണ്ടല്ലാണ്ട് നടക്കില്ല, മൊബൈൽ കൈകൊണ്ട് തൊടണില്ല, അങ്ങനെ എല്ലാം ശ്രദ്ധിച്ച് നടക്കണ 4 അമ്മമാരായിരുന്നു. അവരും ഇത് ശ്രദ്ധിച്ചില്ല. 4 പേരും മൊബൈൽ എടുത്തില്ല, 4 പേരും ഒരുമിച്ചാണ് നടക്കണതും. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഗോവർദ്ധന പരിക്രമയുടെ സമയത്ത് മുന്നിൽ ആരെങ്കിലും ഉണ്ടാവും, അവരെ വിട്ട് ആരും കടന്നു പോകാൻ പാടില്ല. പിന്നെ നടുവിൽ അപ്പുറത്തേക്കും പോകാണ്ട് നോക്കാൻ നടുവിൽ ആരെങ്കിലും ശ്രദ്ധിക്കും. പിന്നെ ഏറ്റവും ബാക്കിൽ ആരെങ്കിലും ഉണ്ടാവും.
അപ്പോൾ അവരെ വിട്ട് ബാക്കിലേക്ക് പോകാൻ പാടില്ല, അങ്ങനെയാണ് നിയമം വച്ചിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ സമയത്ത് നടുവിലത്തെ കാര്യങ്ങൾ നോക്കാനാണ് എനിക്ക് നിയോഗം ഉണ്ടായത്. മുന്നിൽ തിരുമേനി ആചാര്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പോവുകയാണ്. പോണ സമയത്ത് കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞ് ഈ ജതിപുരയുടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്ന് വിശ്രമിച്ച് ആർക്കെങ്കിലും ബാത്റൂമിലൊക്കെ പോണെങ്കിൽ പോയി ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് നടക്കുക. അപ്പം അതിന് തൊട്ട് മുമ്പ് നല്ല ഇരുട്ടാണ്. കുറച്ച് ഭാഗത്ത് എങ്ങടാ പോണ്ടേന്ന് അറിയില്ല. മുന്നിൽ അഗാധമായ ഗർത്ത എന്നൊക്കെ തോന്നും, അത്രയും ഇരുട്ടാണ്. എങ്ങടും പോകാൻ നമുക്ക് വഴി അറിയാത്ത സ്ഥലമാണ്. അപ്പോൾ ആ സമയത്ത് ഈ 4 അമ്മമാരെ എങ്ങനെയോ പിന്നിൽ പെട്ടുപോയി. അവർ പിന്നിൽ പെട്ടു. അവരുടെ വിചാരം അവരുടെ പിന്നാലെ ആൾക്കാർ വരുന്നുണ്ടെന്നായിരുന്നു. അപ്പോൾ അവരത് കാരണം കൊണ്ട് അവരുടെ പിന്നിൽ ആൾക്കാരുണ്ടെന്നുള്ള ധൈര്യത്തിൽ നടന്നു. ഈ സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് കണ്ണ് കാണുന്നില്ല. ഇവരുടെ കയ്യിൽ മൊബൈലും ഇല്ല, ഒന്നുമില്ല. അവർക്ക് പോകാൻ പറ്റണില്ല. എവിടെയാ വഴിയെന്ന് അറിയണില്ല. അവരവിടെ നിന്ന് കുറേ നേരം രാധേ 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 എന്ന് കുറേ വിളിച്ചു. ആരും പ്രതികരിക്കണില്ല. അപ്പോൾ പറഞ്ഞു, എത്ര പിന്നിലാണോ അവരൊക്കെ, എന്നാൽ കുറച്ച് നേരം അവിടെ നിൽക്കാം, അവർ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ പറഞ്ഞോണം തന്നെ ഒരു വെളിച്ചം പോലെ അവർക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടു. അപ്പോൾ ആ ഗോവർദ്ധനത്തിൻ്റെ മുകളിൽ നിന്ന് വലിയൊരു കലമാൻ ഇവിടെ ഇറങ്ങി വന്നു ഇവരുടെ മുന്നിലേക്ക്. എന്നിട്ട് അത് നടന്നു. ആ കലമാൻ മുന്നിൽ ഇങ്ങനെ നടന്നു. ആ കലമാൻ മുന്നിൽ നടന്ന് ഇവരപ്പോൾ രാധേ രാധേ എന്ന് വിളിച്ചിട്ട് ആ കലമാൻ്റെ പിന്നാലെ അങ്ങോട്ട് നടക്കാനും തുടങ്ങി. അപ്പോഴും വേറെ ഒന്നും ചിന്തയില്ല. നാമം ജപിച്ച് അങ്ങനെ നടന്നു. അങ്ങനെ ഈ ജതിപുരയുടെ അവിടെ വെളിച്ചുള്ള ഭാഗത്തെത്തിയപ്പോൾ ഈ കലമാൻ, അത് ഞങ്ങൾ കണ്ടു, കലമാൻ മുകളിലേക്ക് കയറി പോണത്. അതിൻ്റെ പിന്നാലെ രാധേ രാധേ എന്ന് വിളിച്ച് ഈ അമ്മമാർ വരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഈ അമ്മമാരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം ഞങ്ങൾ അപ്പോഴാണ് അറിയണേ. കാരണം എന്ന് വെച്ചാൽ മുന്നിലുള്ളവർ ആദ്യം എത്തി, അവർ ടോയ്ലറ്റിലൊക്കെ പോകും, പിന്നെയാണ് ഞങ്ങളുടെ കൂടെയുള്ളവർ എത്തണേ. അപ്പോൾ എല്ലാവരും എത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും എത്തി എന്ന് പറഞ്ഞു. ഈ 4 പേരെ നഷ്ടപ്പെട്ടത് പോലും ആരും അറിഞ്ഞില്ല. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാറില്ലാത്തതാണ്. കാരണം അത്രയും ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഉണ്ടാവാറ്. പക്ഷേ ഇതെന്തോ അവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ കളിച്ചൊരു ലീലയാണ്. ആ കലമാൻ അങ്ങനെയൊക്കെ കലമാൻ കയറി പോണത് ഞങ്ങളവിടെ നിൽക്കണവർ കണ്ടു. ഇവർ വന്ന് ഈ കഥ പറഞ്ഞപ്പോഴാണ് അവർക്ക് പോലും അതിൻ്റെ ആ ഭഗവാൻ തന്നെ വന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നതാന്ന് തിരിച്ചറിഞ്ഞത് ഞങ്ങളോട് ഇത് പറയുമ്പോഴായിരുന്നു. അവരുടെ പിന്നിൽ ആരും ഇല്ല എന്നറിയണതും ഞങ്ങളുടെ അടുത്ത് വന്നപ്പോഴായിരുന്നു. അങ്ങനെയുള്ള അനുഭവങ്ങൾ എപ്പോഴായാലും നമ്മൾ അത്രയും ഒരു മനസ്സ് ഉറപ്പിച്ചിട്ട് ആ വൃന്ദാവനത്തിലൂടെ നടന്നാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഭാവത്തിൽ, ഏതെങ്കിലും രൂപത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് അനുഭവമാവാതിരിക്കില്ല ആ ഭഗവാന്റെ. മറ്റൊരു കാര്യം കൂടി പറയണത്, ആദ്യത്തെ തവണ വൃന്ദാവനത്തിലേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്രയും ഹെവി ശ്വാസം മുട്ടുള്ള ആളായിരുന്നു ഞാൻ. ആ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം അങ്ങനെ തീവ്രമായ ഒരു ആസ്മ എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വർഷത്തിലൊരിക്കലും എപ്പോഴെങ്കിലും വരും. അപ്പോൾ അത് കുറച്ച് ദിവസം അങ്ങനെ വയ്യായ ഉണ്ടാവും, മാറിപ്പോവും എന്നല്ലാണ്ട് ഒരിക്കലും ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്നിട്ടില്ല. പക്ഷേ 2 വർഷം മുമ്പ് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ വൃന്ദാവനത്തിലുള്ള എൻ്റെ അസുഖം കാരണം കൊണ്ട് വൃന്ദാവന യാത്ര വേണ്ട, ഇത്ര കാലം പോയില്ലോ, ഭഗവാൻ ഇത്രയും കൊണ്ടുപോയില്ലേ, ഇനി മറ്റുള്ളവർക്ക് പ്രാരാബ്ധമാവണ്ടെന്ന് വെച്ചാൽ പോവണ്ടെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷം എനിക്ക് അത്രയും പെട്ടെന്ന് അങ്ങോട്ട് ആസ്മ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ഓക്സിജൻ വരെ തരേണ്ട വന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ആണ് ഈ വർഷം വെച്ചാൽ കഴിഞ്ഞ ഈ ഒക്ടോബറിൽ വീണ്ടും പോവാനായിട്ട് ഭഗവാൻ തന്നെ ഗുരുവായൂർ വെച്ചിട്ട് വിളിച്ചുകൊണ്ട് പോയ പോലെ വീണ്ടും പോവാനായിട്ട്. അപ്പോൾ എനിക്ക് അത്ര ഭയമായിരുന്നു പോവാൻ. കാരണം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇതായിരുന്നു ഇത്. ഇവിടുന്ന് പോകുമ്പോഴും ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ കാലിന് നല്ല ബുദ്ധിമുട്ടുണ്ട്, നടക്കാനും ബുദ്ധിമുട്ടുണ്ട്, എല്ല് തേയ്മാനത്തിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചാലും ഗോവർദ്ധന പരിക്രമ 22 കിലോമീറ്റർ നടന്നു എന്നുള്ളതാണ് എനിക്ക് ഇത്തവണ കിട്ടിയ ഭഗവാന്റെ അനുഗ്രഹം. കാരണം ഈ ഒരു ശരീരം കൊണ്ട് ഞാനായിട്ട് നടക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അപ്പം ശരിക്കും ആ രാധാകൃഷ്ണന്മാർ തന്നെയാണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് അവർക്കറിയണത് കൊണ്ട് അവർ തന്നെയാണ് ആ അമ്മയെ ഓടിപ്പിച്ച പോലെ എന്നെ നടത്തിയതെന്ന് നല്ല ഉറപ്പുണ്ട്. അതുപോലെ ഒരുപാട് അനുഭവങ്ങളാണ് വൃന്ദാവനം തരുന്നത്. ആ വൃന്ദാവനത്തിൽ ചെല്ലുമ്പോൾ
ആ വൃന്ദാവന ഭൂമിയുടെ പരിപാവനത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ഓരോ അണുവിലും ആ ശ്രീകൃഷ്ണ പ്രേമം നിറഞ്ഞു നിൽക്കുകയാണ്. രാധയാകുന്ന പ്രേമം അവിടെ അലയടിക്കുകയാണ്. ഓരോന്നും അവിടെയുള്ള വൃക്ഷലതാദികൾ പോലും രാധാകൃഷ്ണന്മാർ തന്നെയാണെന്നാണ് പറയുക. അപ്പോൾ എപ്പോഴും അതെ ആ ഒരു ചിന്തയോട് കൂടിയിട്ട് വേണം നമ്മൾ മനസ്സുകൊണ്ട് പോലും അവിടെ ചെന്നിട്ട് മനസ്സുകൊണ്ട് പോലും നമ്മൾ ചീത്തയായിട്ടൊന്നും ചിന്തിക്കാനോ പറയാനോ പാടില്ല എന്നാ പറയാ. നമ്മൾ ചിന്തിച്ചാൽ മതി. ആരെങ്കിലും ഒരാൾ രണ്ടാളുടെ പെരുമാറ്റത്തിൽ നമുക്ക് അതൊരു അരോചകമായി അയാൾ ശരിയല്ല എന്ന് ചിന്തിച്ചാൽ മതി. ഇത്രയും നമ്മുടെ ചിന്തകൾ ആ വൃന്ദാവനത്തെ മലിനമാക്കും. അപ്പം നമ്മളെ ഏറ്റവും വലിയൊരു മഹാപാപമായിട്ട് തീരുന്ന പറയുക മഹാത്മാക്കള്. അത് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം നമ്മൾ അടക്കി വെച്ച നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, നാമജപം കൊണ്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ദേഷ്യവും കോപമൊക്കെ കുറഞ്ഞു. അതിങ്ങനെ ആ നാമജപത്തിൻ്റെ കൊണ്ടൊന്നിങ്ങനെ എപ്പോഴാണോ നാമജപം ഇല്ലാണ്ടാവുന്നത് അപ്പം പുറപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് അതൊന്ന് അടങ്ങിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായിട്ടും ഉള്ളിൽ നിന്നൊന്നും പോയിട്ടില്ല എന്നുള്ള അങ്ങനെയും കൂടിയും ഒരു അനുഭവം ശരിക്കും വൃന്ദാവനം തന്നു. അത് ഒരു തവണ വൃന്ദാവനത്തിലെത്തിയ സമയത്ത് അവിടെ ഒരു അച്ഛൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ല വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വൃന്ദാവനത്തിലേക്ക് പോയത് ഞങ്ങളുടെ ഈ പ്രേമ പുഷ്പാഞ്ജലി ഗ്രൂപ്പിലുള്ള കുറേ അമ്മമാർ കൂടിയിട്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴേ തൊട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തു. കാരണം വൃന്ദാവന അനുഭവം ആവട്ടെ എന്നുള്ള ഒരു ഇതിൽ പലതും കാണും. വൃന്ദാവനത്തിൽ നല്ലത് കാണും, ചീത്ത കാണും. നമ്മൾ ബാഹ്യമായ ദൃഷ്ടികളെ കൊണ്ട് നോക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കരുത്. പലരും നമ്മളോട് വന്ന് പലരും ചോദിക്കും. ചിലവർ പൈസ ചോദിക്കണവരുണ്ടാവും. അതൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ കയ്യിലുണ്ടോ കൊടുക്കുക, അല്ലെങ്കിൽ മിണ്ടാണ്ട് നടക്കുക. വൃന്ദാവനത്തിൻ്റെ ഒരു കാര്യത്തിനും ക്രിട്ടിസൈസ് ചെയ്യാൻ നമ്മളാളല്ല. അവിടെ വെച്ച് ഒന്നിനോടും പ്രതികരിക്കാൻ പാടില്ല എന്നൊക്കെ ഉപദേശിക്കാൻ നമുക്ക് ആർക്കും കഴിയുമല്ലോ. എല്ലാവരെയൊക്കെ ഉപദേശിച്ച് കൊണ്ടുപോയി. അപ്പോഴാണ് ഈ അച്ഛൻ കൂടെ ഉണ്ടായത്. ഈ അച്ഛൻ ഞങ്ങൾ വൃന്ദാവനത്തിലെ അവിടെയുള്ള ഓരോരോ ക്ഷേത്രങ്ങൾ കണ്ടിങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു വൃദ്ധ സന്യാസി എൻ്റെ അടുത്ത് വന്നിട്ട് പൈസ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ പൈസ കൊടുക്കരുതെന്ന നിർദ്ദേശം. കാരണം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പേരുണ്ടാവും. അവരെല്ലാവരും കൂടി വന്ന് വളഞ്ഞാൽ ഒരാൾക്കായിട്ട് കൊടുക്കാൻ പാടില്ല, എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശം തന്നെ. കുട്ടികൾ വന്ന് എപ്പോഴും പൈസ ചോദിക്കും. കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കരുത്. കാരണം അവർ നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടിയുടെ പിന്നാലെയൊക്കെ ഓടി വന്നിട്ട് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ആദ്യമൊക്കെ ഞങ്ങൾ മിഠായിയൊക്കെ വാങ്ങി കൊടുത്തു നോക്കി. പക്ഷെ അതും പിന്നീട് ബുദ്ധിമുട്ടായിട്ട് തീർന്ന കാരണം കൊണ്ട് അങ്ങനെ കൊടുക്കരുതെന്ന് തന്നെയാണ് ഒരു ഇതല്ല. അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആശ്രമത്തിലെ ഭണ്ഡാര എന്നുവെച്ചാൽ അവിടെ അന്നദാനമൊക്കെ ഉണ്ട്, അതിന് കൊടുത്തോളൂ എന്ന നിർദ്ദേശം. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കണ്ടെങ്കിലും ഞങ്ങൾ നാമം ജപിച്ച് നടക്കുക, ഒന്നും മിണ്ടണില്ല. അപ്പം ഈ കൂടെ വന്ന അച്ഛൻ ഇദ്ദേഹത്തിനോട് ഇങ്ങനെ ഹട്ട് ഹട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വടിയോണ്ട് ഇങ്ങനെ ആട്ടിയപ്പോൾ എന്തിനാ അങ്ങനെ ചെയ്യണേ എന്നുള്ളൊരു തോന്നൽ ഉള്ളിലുണ്ടായി. അപ്പോൾ ഉപദേശിച്ചത് ആരാ? അവിടെ പലതും കാണും, മനസ്സിലൊന്നും തോന്നരുതെന്ന് ഉപദേശിച്ചത് ഞാനാട്ടോ. എനിക്ക് തന്നെയായി ചിന്ത ഉണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെയും ഇദ്ദേഹം ചോദിച്ചപ്പോൾ പിന്നെയും അദ്ദേഹത്തിനോട് ഇത്തിരി കൂടി ഹാർഷായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നും പറയണ്ട, എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ സൗമ്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്, ഒന്നും പറയണ്ട, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് പക്ഷെ അദ്ദേഹം കേട്ട ഭാവമില്ല. ഈ വന്ന ആളുമില്ല, വേറൊരാളുടെ അടുത്തേക്കും പോണില്ല. അതാണ് എന്നെ പാഠം പഠിപ്പിക്കാനാണെന്ന് എനിക്ക് ഉറപ്പായേ. വേറൊരാളുടെ അടുത്തേക്കും പോണില്ല. പിന്നെയും ഹട്ട് ഹട്ട് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വടി ഓങ്ങി അങ്ങോട്ട് ചെന്നിട്ട് വടിയോണ്ട് അങ്ങനെ തള്ളി മാറ്റണുണ്ട്. അപ്പം എനിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. അപ്പോൾ ആ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിന്, നിങ്ങളോടല്ലേ പറഞ്ഞേ, ആ പ്രായം പോലും മറന്നിട്ട് പറഞ്ഞ കാര്യമാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തിനാ എന്നോടല്ലേ ചോദിക്കണേ, പിന്നെ എന്തിനാ അവരെ ഉപദ്രവിക്കണേന്ന് ചോദിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒന്നും ഇടില്ല, അദ്ദേഹം ചിരിച്ചു. അപ്പം ആ സമയത്ത് എന്ത് ചെയ്തു, ഇനി ആദ്യം പ്രശ്നം ഉണ്ടാവണ്ട എന്നാണ് നമ്മുടെ ധാരണ. അങ്ങനെ 10 രൂപ എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത് അദ്ദേഹം പോവുകയും ചെയ്തു. പക്ഷേ ഈ 10 രൂപ ആദ്യം എടുത്തു കൊടുത്തെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വൃന്ദാവനത്തിൽ പലതും കാണുമ്പോൾ ഒന്നിനോടും പ്രതികരിക്കേണ്ടെന്ന് ഉപദേശിച്ച ഞാൻ, എനിക്കതാ പറഞ്ഞത്, നമ്മുടെ ഉള്ളിൽ നമ്മളിപ്പോൾ നല്ല കുട്ടിയായിട്ട് നന്നായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളെ ഒന്നും ബാധിക്കാത്തത് കൊണ്ടാണ്. 2 പ്രാവശ്യം ഇപ്പോൾ രാമായണത്തിലില്ലേ, രാമായണത്തിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കഥാപാത്രമായിരുന്നു ശൂർപ്പണഖയോട് ശ്രീരാമേന്ദ്ര പ്രഭു ചെയ്ത കാര്യം. കാരണം എന്തിനാ ശൂർപ്പണഖയെ
ഇങ്ങനെ പറ്റിച്ചു, അങ്ങോട്ട് പൊക്കോളൂ, ഭരതൻ കല്യാണം ലക്ഷ്മണൻ കല്യാണം കഴിക്കും. ലക്ഷ്മണൻ പറഞ്ഞ ശ്രീരാമചന്ദ്ര പ്രഭു എന്തിനാ അങ്ങനെ, പറ്റില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? എന്നിട്ട് അവളെ പ്രകോപിപ്പിച്ചിട്ടല്ലേ അവള് സീതാദേവിയെ ഉപദ്രവിക്കാൻ ചെന്നിട്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായേ എന്ന്. അതിന് മാത്രം എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു ശ്രീരാമചന്ദ്ര പ്രഭുവിനോട്. അപ്പോൾ ആ ഉത്തരാണ് ശ്രീരാമചന്ദ്ര പ്രഭു ഇവിടെ കാണിച്ചു തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാ വന്നത് ശൂർപ്പണേഖ അതിസുന്ദരിയായിട്ട് വേഷം കെട്ടിയിട്ട്, പക്ഷെ ഒന്ന് പ്രകോപിപ്പിച്ചപ്പോൾ ഉള്ളിലിരിപ്പ് പുറത്തേക്ക് വന്നു. അതുപോലെ ഭഗവാൻ നിന്റെ ഉള്ളിലിരിപ്പ് അത്ര നല്ലതൊന്നല്ലാന്ന് എന്നെ ഭഗവാൻ കാണിച്ചു തരികയാണ്. എല്ലാവരെയും ഉപദേശിക്കാനൊക്കെ പറ്റും, അവനവന് സ്വയം അത് പാലിക്കാൻ പറ്റുമോ എന്ന് ഭഗവാൻ എന്നോട് ചോദിച്ച ചോദ്യമാണ്. എനിക്കപ്പോൾ ആ ചോദ്യം ശരിക്കും ഉണ്ടല്ലോ, ഈ സംഭവം അങ്ങോട്ട് കഴിഞ്ഞ് 2 അടി നടക്കല്ല, ഈ കണ്ണൻ കടകടേന്ന് ചിരിക്കില്ലേ കുട്ടികൾ, ഇങ്ങനെ ആ ചിരി തന്നെ ചവിട്ടിൽ ഇങ്ങനെ വന്നാലേ അടിക്കുക. വല്ലാത്തൊരു കുറ്റബോധത്തോട് കൂടിയിട്ട് എന്നാ വേണ്ടില്ല, ആ അച്ഛനോട് ചെന്ന് മാപ്പ് ചോദിക്കാം, ഇത്തിരി പ്രായം മറന്ന് ഞാൻ ചെയ്ത് തെറ്റല്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിനെ കാണാനില്ല. അവിടെയൊക്കെ അന്വേഷിച്ചിട്ടും കാണാനില്ല. അപ്പം ഞാൻ തിരുമേനിയോട് ചോദിച്ചു, ജയ അല്ല ആ മുത്തശ്ശൻ അവിടെ പോയി? അദ്ദേഹം 2-3 ദിവസം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞതാ, പക്ഷെ ഇവിടെ വന്ന് ഇനി ഞാനേ അയോധ്യക്ക് പോവാട്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി എന്നാ പറയണത്. അപ്പോൾ ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ശരിക്കും അതാണ് അനുഭവം. ആ ഭഗവാൻ തന്നെയാണ് അയോധ്യക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു പോയി എന്ന് അപ്പോഴാണ് എനിക്ക് ആ ഒരു ശൂർപ്പണേഖയുടെ കാര്യത്തിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയും കിട്ടിയത്. അപ്പം നമ്മളും ഈ ശൂർപ്പണേഖമാർ തന്നെയാണ്. പുറമേക്ക് വേഷം കെട്ടി നടന്നിട്ട് കാര്യമില്ല. ഇനിയും മനോമാലിന്യങ്ങൾ തീർന്നതാണ്. അത് തീരാൻ ഇനിയും ധാരാളം ജപിക്കണം. ഇപ്പം ജപിക്കേണ്ടതൊന്നും പോരാ എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ് ഓരോ നിമിഷവും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് ആ വൃന്ദാവനം തന്നത്. ആ വൃന്ദാവനത്തിലെ ആ പുണ്യഭൂമിയിലെത്താൻ പറ്റിയത് തന്നെ എത്രയോ സുഹൃതം കൊണ്ടാണ്. അവിടുത്തെ ഓരോ മണൽത്തരിക്ക് പോലും ഓരോരോ കഥകൾ പറയാനുണ്ടാവും. അവിടുത്തെ കാറ്റിന് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ആ യമുനയുടെ തീരത്ത് വന്നിരുന്നാൽ അവിടെ കഥകൾ പറയാനായിട്ട് ആ യമുന കാത്തിരിക്കുകയാണ് നമ്മളോട് കഥകൾ പറയാൻ. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഓരോ ഭാവത്തിൽ രൂപത്തിൽ വന്നിട്ട് ഭഗവാൻ തന്നെ ഒരുപാട് കഥകൾ. ധന്യം വൃന്ദാവനം എന്നുള്ള ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഒരുപാട് കഥകൾ അങ്ങനെ വൃന്ദാവനം പറഞ്ഞു തന്ന കഥകളാണ്. അവിടുന്ന് ഒരു ഭാഷ പോലും അറിയില്ല, ഹിന്ദിയൊന്നും അത്ര നന്നായിട്ട് അറിയില്ലാത്ത എന്നോട് കഥ പറയണ സമയത്ത് ആ കഥകൾ മനസ്സിലായി എന്നുണ്ടെങ്കിൽ അത് ആരാ മനസ്സിലാക്കി തന്നെ? ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മലയാളത്തിൽ അവരോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവണം, അവർ പറയണ ഭാഷ നമുക്ക് മനസ്സിലാവണം. എന്തൊരു അത്ഭുത! ഇന്നലെ ഇവിടെ ഒരു മഹാത്മാവ് വന്നിട്ടുണ്ടായിരുന്നു, നിരഞ്ജൻ ദാസ് എന്ന് പറഞ്ഞിട്ട്. വൃന്ദാവനത്തിൽ നിന്ന് വന്നതാണ് അദ്ദേഹം. കേട്ടറിഞ്ഞ് അന്വേഷിച്ചു വന്നു, എന്തോ ഒരു സുഹൃതം കൊണ്ട് തന്നെ അന്വേഷിച്ചു വന്നു എന്ന് പറയാം. അപ്പം അദ്ദേഹം പറയാണ്, ഒരു ബംഗാളിയായിട്ടുള്ള ഒരു അമ്മയുണ്ട് അവിടെ, യമുന അമ്മ. ആ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ആ അമ്മ ബംഗാളിയിൽ പറയണതൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലാവും, ഇദ്ദേഹം പറയണ ഭാഷയൊക്കെ അമ്മയ്ക്കും മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഭാഷയൊന്നുമല്ല, ആ പ്രേമുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ഭഗവാൻ എല്ലാം ബോധിപ്പിച്ചു തരും. ഓരോരുത്തർക്കും അങ്ങനെ ബോധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. രാധേശ്യാം രാധേശ്യാം രാധേശ്യാം.